എടേ എന്തോന്നടേ ഈ കാട്ടിക്കൂട്ടുന്നേ? ഇങ്ങനെ ചോദിച്ചു വേണം ഇന്ന് ഈ വീഡിയോ തുടങ്ങാൻ. കാരണം എന്ന് വെച്ചെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ കഴിഞ്ഞു. അപ്പൊ അടുത്ത നിയമസഭ ഇലക്ഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു PR സ്റ്റാൻഡാണ്, PR വർക്കാണ് അല്ലെ? ഇപ്പൊ ഡിജിറ്റൽ കേരളമേ, ഡിജിറ്റൽ ഇന്ത്യ ആയേക്കുവാണ്. അപ്പൊ ഡിജിറ്റലിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ നാടൊടുമ്പോൾ നടുവേ ഇടണം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ പിണറായി സർക്കാർ ഞാൻ ഇങ്ങനെ വീക്ഷിച്ച് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എല്ലാ ചാനലും ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് മൂടോടെ പർച്ചേസ് ചെയ്തെന്ന് തോന്നുന്നു. ഒട്ടുമിക്ക ചാനലിനെ ഇവര് മൂടോടെ പർച്ചേസ് ചെയ്തു തോന്നുന്നു. എന്താണ്, ഏഷ്യാനെറ്റിലെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, ന്യൂസ് 18 ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, സുജാ പാർവതി കഴിഞ്ഞ ദിവസം ചെയ്ത ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ക്വാളിറ്റിയും തോന്നിയില്ല കേട്ടോ. ഒരു ചീഫ് എഡിറ്റർ ആയിരിക്കുന്ന സുജാ പാർവതിക്ക് ഇത്ര ക്വാളിറ്റി ഉള്ളൂ, ലോ ക്വാളിറ്റി, വളരെ വളരെ മോശമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ റിപ്പോർട്ടർ ടിവിയിൽ അതേപടി കോപ്പി അടിച്ചിട്ട് വന്നു. ഓക്കെ, അവരുടെ മൈക്ക്, അവരുടെ ലെറ്റർ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിപ്പോർട്ടിന്റെ സെയിം. പക്ഷെ എന്താണ് സുജ ആകെപ്പാടെ ഒരു മാറ്റം കണ്ടെന്ന് വെച്ചാൽ BJP സപ്പോർട്ട് ചെയ്യാതെ ഇവിടെ വന്നിട്ട് വേറെന്തോ ജനങ്ങൾ എന്ത് വിചാരിക്കും എന്ന് കരുതി നിൽക്കുന്ന ഒരു സുജാ പാർവതിയാണ് കാണാൻ സാധിച്ചത്. എനിക്കറിയാവുന്ന സുജാ പാർവതി ചങ്ങനാശ്ശേരിയിൽ ഒരു കോളേജിൽ പഠിക്കുന്ന സമയത്ത് KSU പ്രവർത്തകയായിട്ട് നിന്ന ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായ ഒരു കാര്യം. അപ്പം ഈ നിലപാടെല്ലാം മറച്ചു വെച്ച്, നിലപാടെല്ലാം മറന്നുകൊണ്ട് നിൽക്കുന്ന ഒരു സുജാ പാർവതി കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു സീരിയസ്ലി. അപ്പം ഞാൻ ഒന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്റെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം തന്നെയാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമന്റ് എന്നിവ കൊടുക്കുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ ആദ്യമായിട്ട് പറയട്ടെ, നിങ്ങൾക്ക് പിണറായി സർക്കാർ 3.0 വരണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ തവണ എന്താണ് UDF ഭരണത്തിൽ വരണം, UDFന് വേണം മുൻതൂക്കം എന്ന്, ഭരണം ഞങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവർ ലൈക്ക് ചെയ്യുക. പിന്നെ BJP വരേണ്ട അത്യാവശ്യമുണ്ടെന്ന് എന്നുള്ളവരും ലൈക്ക്, ഹൈപ്പ് എല്ലാം എന്തെങ്കിലും ചെയ്യുക. കമന്റ് തീർച്ചയായിട്ടും ചെയ്യണം, ഈ കാണുന്ന എല്ലാവരും ചെയ്യണം. അപ്പൊ നമ്മൾ ഇന്നിവിടെ എന്താണ് ഇപ്പം നമ്മുടെ ഇവിടെ നടക്കുന്നത്, കേരളത്തിലെ നിയമസഭ ഇലക്ഷന് വരുന്ന മുന്നോടിയായിട്ട് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണ്, കണ്ണൂരിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സുധാകരൻ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പിണറായിക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഉണ്ടായ ഒരു വിള്ളല്, സുധാകരൻ എന്നാണ് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും പുള്ളി ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കും എന്ന് പറഞ്ഞപ്പോഴും അവിടെ പിണറായി സർക്കാരിന് ഒരു പ്രതീക്ഷയും കാര്യങ്ങളും ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ തവണ എന്താണെങ്കിലും പിണറായി നന്നായിട്ട് പേടിക്കുന്നതായിട്ട്, ഞാൻ പാനിക് ആവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷന് തൊട്ട് മുമ്പേ തന്നെ, ഒരു മാസത്തിന് മുന്നേ തന്നെ ലാലേട്ടനുമായിട്ടുള്ള ആ ഇന്റർവ്യൂ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ സർക്കാർ ഉണ്ടാക്കിയ ഒരു പരിപാടിയാണ്. ആ ഇന്റർവ്യൂവിലെ ഒരു ഹൈലൈറ്റ് സാധനം എന്ന് വെച്ചാൽ എല്ലാ ചാനലിലും സ്ലോട്ട് തിരിച്ച് തന്നെ ഇന്റർവ്യൂ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് എന്താണ് കോപ്പിറൈറ്റും കാര്യങ്ങളും ഇഷ്യൂസ് ഒന്നുമില്ല, എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. അപ്പൊ എന്തുകൊണ്ടാണ് വീതിച്ചു കൊടുത്തത്? അത് സർക്കാരിന്റെ ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ വീതിച്ചു കൊടുത്തു. അപ്പൊ ലാലേട്ടന് കൊടുത്ത റെമിനൈസേഷൻ എന്തായിരിക്കണം, ലാലേട്ടൻ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും അത്രയധികം പുകഴ്ത്തിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റോട് നടന്ന ഒരു ഇന്റർവ്യൂ ആണെങ്കിലും അത്രയും പുകഴ്ത്തിയാണ് ഓ ഒമ്പ്ര എന്നുള്ള ഒരു സെറ്റപ്പ്, ആ ഒരു ലൈൻ ബേസിലാണ് ഞാൻ ഇന്റർവ്യൂ കണ്ടത്. അപ്പൊ നമുക്ക് അരിയാഹാരം തിന്നുന്ന ഒരു വ്യക്തിക്ക്, സാധാരണ ഇതെല്ലാം നോക്കിക്കാണുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഇത് ഓഫ് കോഴ്സ് PR സ്റ്റണ്ട് തന്നെ, PR വർക്കാണെന്ന് മനസ്സിലാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പം ഈ കഴിഞ്ഞ 10 വർഷവും നിങ്ങൾ ഇങ്ങനെ ഭരിച്ചിട്ട് ഇന്നും പേടിച്ച് ഇത്രയും ഒരു ഫണ്ട് മുടക്കി PR കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ഭരണം അത്ര രസത്തിലല്ലല്ലോ എന്നാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത്. പിന്നെ ഈ ഒരു കണ്ണൂരിന്റെ ഭാഗത്തോട്ട് വരുവാണെങ്കിൽ ഭരണം മാറി പോവുകയാണെങ്കിൽ അത് പിണറായിക്ക് കിട്ടിയ ഒരു വടി തന്നെയായിരുന്നു, കോൺഗ്രസിന് അടിക്കാൻ കിട്ടിയ ഒരു വടി തന്നെയായിരുന്നു. അവിടെയാണ് VT സതീഷിനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഒരു സംഭവം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടഞ്ഞു നിന്ന കൊമ്പനെ ഒതുക്കിയ ഒരു സംഭവമാണ് അത്. അപ്പം എന്താണ്, നിലപാട് മാറ്റിക്കൊണ്ട് തന്നെ സുധാകരൻ വരികയാണ്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പാർട്ടിക്കൊപ്പമാണ്, ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നില്ല എന്നൊരു സുപ്രഭാതത്തിൽ വന്ന് പറഞ്ഞ സുധാകരൻ. അപ്പൊ ഈ ഒരു ഡിജിറ്റൽ യുഗത്തില് ഒതുക്കി കളഞ്ഞ ഒരു കൈകാര്യം ചെയ്യാൻ എടുത്ത ആ ഒരു നിലപാട്, എന്താണ് VT സതീഷിന്റെ ഭാഗത്തുനിന്ന് വന്ന ആ ഒരു തന്റെ ഇടം, അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് രാഹുൽ മാങ്കൂട്ടം ഇടപെട്ടിട്ടുണ്ടായിരിക്കണം, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലെടുത്ത നിലപാടും അതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. VT സതീഷിന് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് നമ്മളൊരു നിലപാട് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിലപാട് ശരിയാണെന്നും അത് ജനങ്ങളോട് ബോധ്യപ്പെടുത്തണം. അത് പിന്നീട് കൗണ്ടർ പോയിന്റ് അടിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അങ്ങനെ കൗണ്ടർ പോയിന്റ് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പരാജയപ്പെട്ടു. ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ചതുരംഗ കളിയാണ്, ഒരു ചെസ് പോലെയാണ്. ഓരോരുത്തരെയും വെട്ടി വീഴ്ത്തിയാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്, VT സതീശൻ എന്ന് പറഞ്ഞ ഒരു അതിബുദ്ധിമാനായ ഒരു വ്യക്തിയാണ് എനിക്കിവിടെ നന്നായിട്ട് മനസ്സിലായത്. അപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത എന്തോ VT സതീശന് സാധിക്കും. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇനി കമ്പനിയുടെ കളി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ VT സതീശൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, എന്താണ്, അപ്പൊ അത് ഒരു ഉറച്ച ഒരു ഇതുപോലെയാണ് പുള്ളി നമ്മളോട്ട് അത് എത്തിക്കുന്നത്. അപ്പം അതിന്റെ പിന്നിലും എന്തെങ്കിലും ഒരു കാര്യം കാണും എന്നൊരു കാര്യം കാണണം, അത് ഒരു ഉത്തമ ഒരു ഇതാണ്. അപ്പൊ നമുക്ക് കം ടു ദ പോയിന്റ്, ഈ ഒരു
PR സ്റ്റണ്ട്, പിന്നെ എന്താണ് സ്ഥാനാർത്ഥി പട്ടിക അങ്ങനെ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ UDFന്റെ സ്ഥാനത്ത് നിന്നാണെങ്കിലും LDFന്റെ സ്ഥാനത്തിനാണെങ്കിലും ഈ 2020 ഇത് എന്താണ് എന്നൊരു ഘടകകക്ഷി എന്ന NDAയിലോട്ട് ചേർന്നുള്ള ഒരു സംഭവത്തിലാണെങ്കിൽ മൂന്ന് കൂട്ടർക്കും ഈ തവണ തെറ്റുപറ്റിയിട്ടുണ്ട്. മൂന്ന് കൂട്ടരിലും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പം എന്താണ് LDFന്റെ സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ അവർ അച്ചാറ പറ പെറുക്കിയെടുത്ത് കുറേയധികം സ്ഥാനാർത്ഥികളെ അങ്ങ് നിശ്ചയിച്ചു. അപ്പം തളിപ്പറമ്പിൽ തന്നെയാണെങ്കിൽ എന്താണ് അവിടെ മുൻ MLA ആയിട്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മന്ത്രിയായിട്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ ഭാര്യമാരെ ഈ ഒരു LDFന്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പഴയ സ്ഥാനാർത്ഥികളുടെ കൂടെ അവരുടെ ഭാര്യമാരെ കൂടെ വരിക എന്നുള്ള ഒരു സെറ്റപ്പ് സമ്പ്രദായമാണ് കണ്ടുവന്നത്. അതേസമയം UDFന്റെ സ്ഥാനത്തോട്ട് വരികയാണെങ്കിൽ അവര് പട്ടിക പുറത്തു വരാൻ കുറച്ച് താമസിച്ചെങ്കിലും അവർ ഓരോ ആൾക്കാരെയും പോയിന്റ് ഔട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഇന്നടുത്ത് അവർ അളന്ന് മുറിച്ച് ഓരോരുത്തർക്കും നല്ല അടിപൊളി സ്ഥാനാർത്ഥികളെ വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ കുറച്ച് കോട്ടമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വളരെ കുഴപ്പമില്ല. അതിലൊരു വിവാദമായിട്ടുള്ള ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ പാലക്കാടാണ്. അപ്പൊ പാലക്കാട് പിഷാരടി നിൽക്കുന്നതിനെ കുറിച്ചാണ് നമുക്കൊരു ഇതുള്ളത്. അപ്പൊ പിഷാരടി എന്ന് പറഞ്ഞൊരു വ്യക്തി നല്ല ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പൊളിറ്റിക്സ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. പാർട്ടിയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പോസിറ്റീവ് വശങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് രമേശ് പിഷാരടിയിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് എനിക്ക് ഇതിനകത്തൂടെ പറയാനുള്ളത്. അതുകൊണ്ട് ഒട്ടും എന്താണ് നിങ്ങൾ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതിരിക്കുക. എന്താണ് പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരു സ്ത്രീ ആയിട്ടാണ്. അവരെന്താണ് പറയുന്നത്, അവർക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ വാചാലമായിട്ട് പറയാൻ അറിയാം, പക്ഷെ എന്താണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയാൻ അറിയാം. അല്ലാണ്ട് ഒരു നയതന്ത്രമായിട്ടുള്ള രീതിയിൽ എന്താണ് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലൊന്നും ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശോഭാ സുരേന്ദ്രൻ അതിനകത്ത് ഫെയിൽഡ് ആണ് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഒരു വിഷയം കൊടുക്കുമ്പോൾ അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് കൊടുക്കണം. എസ്പെഷ്യലി നമ്മൾ പൊളിറ്റിക്സ് നിൽക്കുമ്പോൾ ഡിപ്ലോമാറ്റിക് ആയിരിക്കണം ഏതൊരു കാര്യം. അളന്ന് മുറിച്ച് അങ്ങനെ ഒരു കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അല്ലാതെ ചുമ്മാ വന്നിട്ട് പൊട്ടിത്തെറിച്ച് വായി തോന്നുന്നത് എന്നാണ്ടോ കുറെ ഒച്ചത്തിൽ പറഞ്ഞ് കുറെ എന്തൊക്കെയോ പറഞ്ഞ് കുറെ നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് കുറെ പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ എന്താണോ ചെയ്യുന്നത് കൊടുക്കുന്നത് ആ പ്രവൃത്തിക്കാണ് അവിടെ മൂല്യം കൊടുക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ബാക്ക് ടു ബാക്ക് എന്താണ് 2020 വരുവാണെങ്കിൽ NDAയുടെ കൂടെ നിൽക്കുകയാണ്. 2020 വരുവാണെങ്കിൽ ഇപ്പൊ കുറെ അധികം ഒരു കാര്യം കണ്ടുവരുന്നത് വെച്ചാൽ ബിഗ് ബോസ് വിന്നേഴ്സിനെയാണ്, ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് കൂട്ടിയെടുത്തേക്കുന്നത്. എസ്പെഷ്യലി എന്താണ് അഖിൽമാരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തൊരു നിലപാടാണ് ഉള്ളത് എനിക്കറിയത്തില്ല. അദ്ദേഹം പല സമയത്തും പല നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്, പല സമയത്തും പലരുടെയും കൂടെ നിന്നിട്ടുണ്ട്, സ്വന്തം ആവശ്യത്തിന് വേണ്ടി വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് പലരുടെയും കൂടെ നിൽക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താണ് റോബിൻ. അപ്പൊ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് ഉള്ളവരാണ്. പിന്നെ നമ്മള് ഏറ്റുമാനൂരിലാണ് വീണയാണ് എടുത്തിരുന്നത്. വീണ എടുത്തപ്പോഴാണ് എന്താണ് അതിനെക്കാളും രസം എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടിക പേര് പോലുമില്ല. SIR വന്നപ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിരുന്നില്ലേ? അപ്പം എന്താണ് ഞാൻ ഇതിൽ പറയാനുള്ളത്, 2020 എന്ന് പറഞ്ഞ ഒരു സംഭവം പുതുതായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു പാർട്ടി ഇങ്ങനെ ഡെവലപ്പ് ആക്കി കിറ്ററ്റ് സാബിച്ചാണ് അതിന്റെ ആള്, അറിയാലോ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ എന്താണ് ന്യൂജൻ പാർട്ടിയാണ്, ന്യൂജന് വേണ്ടി സംസാരിക്കുന്നതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ന്യൂജൻകാർ ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് SIR, എന്താണ് അങ്ങനെ ഒരു ബേസിക് ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ബേസിക് ഒരു സ്റ്റഡി നടത്തേണ്ടതല്ലായിരുന്നോ? ഞാൻ ചോദിക്കുന്നത് ശരിയല്ലേ? അപ്പൊ ഈ SIR ഇന്നും ഇന്നലെ ഒന്നും അല്ല. എന്താണ് കഴിഞ്ഞ സെപ്റ്റംബർ എന്താണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നതിന് ഒരു മാസം മുന്നേ തന്നെ SIR എന്താണ് പട്ടിക തയ്യാറാക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ കൊടുക്കണം. അതായത് December 9 തോന്നുന്നു. December 9 നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. January 25 വരെ ഉണ്ടായിരുന്നു ചെക്ക് ചെയ്യാനുള്ള സമയം. സർക്കാർ കൊടുത്തതാണ്. അന്നേരം പോലും ഇവരാരും ചെക്ക് ചെയ്തില്ല. വോട്ടർ പട്ടിക പേരുണ്ടോ കാര്യങ്ങളുണ്ടോ എല്ലാം ഉണ്ടോ ഒന്നും ചെക്ക് ചെയ്തില്ല. ചെക്ക് ചെയ്യാതെ ഇരുന്നിട്ടാണ് അങ്ങനെയുള്ളവരെ വോട്ടർ പട്ടിക പോലും പേരില്ലാത്തവരെ പിടിച്ചോണ്ട് സ്ഥാനാർത്ഥിയാക്കിയത്. അതാണ് എന്താണ് NDAക്ക് വന്നൊരു പരാജയം. അപ്പൊ അതിനെയൊക്കെ കണ്ടറിയണം, ആര് ജയിക്കും ആര് ജയിക്കത്തില്ല. ഇനി 3.0 പിണറായി സർക്കാർ വരുമോ അതോ എന്താണ് ഇപ്പം ഈ എന്താണ് UDF അടുത്ത ഈ തവണ അധികാരത്തിൽ കയറില്ലയോ എന്നൊക്കെ കണ്ടറിയണം. അതുപോലെ തന്നെ NDAക്ക് എത്ര സീറ്റ് കിട്ടും, അഖിൽമാരാർക്ക് എന്താണ് ഈ ബിഗ് ബോസിൽ വിന്നറായി വന്നതുപോലെ ഇത്രയും ഈസി ആയിട്ട് ഇതിനകത്ത് കയറാൻ പറ്റുമോ? അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്തോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് കണ്ടവർക്ക് എല്ലാവർക്കും എന്നെ അറിയാമായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ വിചാരം ഇപ്പോഴും ഹോട്ട്സ്പോട്ട് വഴിയാണ് നിയമസഭ ഇലക്ഷൻ എന്നാണ്. അപ്പൊ ജസ്റ്റ് ഒരു ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്നും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി എന്താണെങ്കിലും അഖിൽമാരാർ പഠിക്കുന്നത് നന്നായിരിക്കും. അതെങ്കിലും നടക്കണം. കേവലം ഒരു റിയാലിറ്റി ഷോയോ അങ്ങനത്തെ ഒരു സംഭവമല്ല നിയമസഭ എന്ന് പറഞ്ഞാൽ. അത് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യ മൂല്യം കൊടുത്തു തന്നെ അഖിൽമാരാർ അതിനെ കാണണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. പേഴ്സണലി നമ്മൾ സംസാരിക്കുന്ന വ്യക്തി തന്നെയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ചൂട് പിടിച്ചു നിൽക്കുന്ന സമയത്ത് എന്താണെന്നറിയോ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റും കാര്യങ്ങളും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഈ തവണ നമ്മളുടെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഈ ഒരു എന്താണ് ഓരോ ദിവസം വരും തോറും ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ഇതാ പോയി പെട്ടെന്ന്. അപ്പൊ ഇത്രയും പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു ഡേറ്റ് നിശ്ചയിക്കുമെന്നൊന്നും തോന്നിയിരുന്നില്ല. അപ്പം എന്താ വെച്ചെങ്കിൽ അങ്ങ് ബീഹാറിൽ അവിടെ SIR പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു, അവിടുത്തെ ബംഗ്ലാദേശില്. അപ്പൊ അവിടുത്തെ SIR പൂർത്തീകരിക്കാത്തതുകൊണ്ടാണ് ഈ ഒരു ഇലക്ഷൻ ഡേറ്റ്
നീണ്ടു പോയത്. അല്ലെങ്കിൽ മാർച്ച് തന്നെ നടത്തേണ്ടുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം അത് പൂർത്തീകരിച്ച് പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ എല്ലാം റെഡിയാക്കി സെറ്റപ്പ് ആക്കി എല്ലാം വന്നപ്പോഴത്തേക്ക് ഒരു നമുക്ക് ഒരു ഇത് കിട്ടിയില്ല, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഹർബറി ആയിട്ട് ഒരു സംഭവം നടന്നു. അപ്പം അതിന്റെ ഒരു പോരായ്മകളും പാളിച്ചകളും ഇതിനകത്തൊക്കെ പറ്റുന്നുണ്ട്. അപ്പം ഇതിനകത്ത് എനിക്ക് എസ്പെഷ്യലി എനിക്ക് ഒരു ഹാൻഡ്സ് ഓഫ് പറയാനുള്ളത് VT സതീശനെയാണ്. അപ്പൊ ഇടഞ്ഞു നിൽക്കുന്ന കൊമ്പന്മാരെ ഒരു ഒതുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര നിസ്സാരമല്ല. അതിൽ സുധാകരനെ ഒതുക്കിയത് വെച്ച് നോക്കുമ്പോഴാണ് അത് പാർട്ടിക്ക് ആവശ്യമാണ്. എന്താണേലും ഈ ഒരു ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങളും ഇതൊക്കെ തിരിമറികളും എല്ലാം കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനിയുടെ കളി ഇനി കാണാൻ, പരസ്യയുടെ കളി ഇനി കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പം അതിശക്തമായിട്ട് ഒരു തിരിച്ചുവരവ് വരട്ടെ. എന്താണെങ്കിലും അടുത്തൊരു എന്താണ് പിണറായി സർക്കാരിനെ മടുത്തു എന്ന് തന്നെയാണ് കൂടുതലും ഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞത്. എന്ത് തന്നെയാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഒരു പാർട്ടി ഭരണം ഇനി ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്തൊക്കെയാണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ശ്രദ്ധിക്കുക. ബൈ.